iPlusന്റെ ഓൺലൈൻ ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോസ് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡ്സ് ആൻഡ് ബേസസ് പാർട്ട് 1ന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എമംഗ് ദി ഫോളോയിങ് ദ ഇൻകറക്റ്റ് ഓർഡർ ഓഫ് ആസിഡ് സ്ട്രെങ്ത് ഈസ്. നമ്മൾ ഇതേവരെ പഠിച്ചിട്ടുള്ള എല്ലാ ഓർഡേഴ്സും അവർ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏത് ഓർഡർ ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്ക് ഓരോ ഓർഡർ എടുത്ത് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് BF3, BCl3, BBr3, BI3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. ഇതിനകത്ത് BF3, BCl3, BBr3, BI3 നമുക്കറിയാം മറ്റേ 2p ബോണ്ടിങ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടാണ്. അതിനെക്കാട്ടും കുറവാണ് ഇവിടെ. അപ്പോൾ ബോറോൺ കിട്ടുന്ന ഇലക്ട്രോണിൻ്റെ ആണ് ഏറ്റവും കുറവ് ഇവിടാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വരുന്ന ഒരാൾക്ക് ഇലക്ട്രോണിനെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറാണ്. നമ്മൾ BF3, BCl3, BBr3 പറഞ്ഞോളൂ. BI3 കൂടെ ഓപ്ഷനകത്ത് വന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തത് SnF4, SnCl4, SnBr4, SnI4. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. SN ആണ്. SN എന്ന് പറയുമ്പോൾ ഏകദേശം കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, കാർബൺ 2p, 4p, 5p, 6p, 3p, 4p, 5p റേഞ്ച് ഒക്കെ വരും. 5p റേഞ്ച് വരുന്ന ഐയുടെ കേസിലൊക്കെ. അപ്പോൾ അവിടെയാണ് ഇലക്ട്രോൺ ഡൊണേഷൻ കൂടുതൽ വരുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കും അസിഡിക് ക്യാരക്ടർ കുറയാൻ ചാൻസ് കൂടുതൽ. ഇതും ശരിയായിട്ടുള്ള ഓർഡർ. BX3, ALX3, GAX3, INX3 അത് നമ്മൾ പറഞ്ഞതാണ്, ശരിയായിട്ടുള്ള ഓർഡറാണ്, ശരിയല്ലേ? H2O, H2SC, H2SC, H2T അതെന്താ പ്രശ്നം? എല്ലാം ഹൈഡ്രജൻ ആസിഡുകളാണ്. ഓക്കെ, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം താഴോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ആസിഡുകളുടെ കേസിൽ ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു വാട്ട്? അറ്റോമിക് സൈസ് കൂടിയ ആൾ ടെലൂറിയം ആണ്. അപ്പൊ ടെലൂറിയത്തിനായിരിക്കണം അസിഡിസിറ്റി ഏറ്റവും കൂടുതൽ. സോ തിരിച്ചാണ് ഓർഡർ വരേണ്ടത്. ഇങ്ങനെയാണ് ഓർഡർ വരേണ്ടത്, പക്ഷെ തിരിച്ചാണ് നമുക്ക് ഓർഡർ കൊടുത്തേക്കുന്നത്. സോ തെറ്റായിട്ടുള്ള ഓർഡർ ഏതാ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ സാധനമാണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദി കറക്റ്റ് ഓർഡർ ഓഫ് ബേസിസിറ്റി എമംഗ് ദി ഫോളോയിങ് ഈസ്. ഇതിനകത്ത് കറക്റ്റ് ഓർഡർ ഓഫ് ബേസിസിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഓർഡർ ഉണ്ടോ നമുക്ക് ഫസ്റ്റ് നോക്കാം. അതിനുശേഷം ഈ പിരിഡീനും പിപ്പിരിഡീനും മോർഫിനും എന്നൊക്കെ പറഞ്ഞേക്കുന്നു. അറിയാവുന്ന ഏതെങ്കിലും ഓർഡർ ആദ്യം ഉണ്ടോ നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഓർഡറിനെ കമ്പയർ ചെയ്യാം. അറിയാവുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ഓർഡർ ഉണ്ടല്ലേ, ബെറിലിയം. ഓക്കെ, ഓക്സൈഡുകളുടെ ഒരു ഓർഡർ ഉണ്ട്. പിന്നെ ബി. ഇത് രണ്ടും എനിക്കറിയാം. ഞാൻ ആദ്യം ബി പറയാം. ബേസിസിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ലിഥിയം ഹൈഡ്രോക്സൈഡ്, ലിഥിയം സോഡിയം താഴോട്ടപ്പം, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, റുബീഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, താഴോട്ടാണ് വന്നിരിക്കുന്നത്. താഴോട്ട് വരുംതോറും സൈസ് കൂടും. സൈസ് കൂടുമ്പോൾ അവർ തമ്മിലുള്ള ബോണ്ട് വീക്ക് ആവും. പെട്ടെന്ന് OH മൈനസ് പുറത്തു വരും. അതേ താഴോട്ട് വരുംതോറും ബേസിസിറ്റി കൂടും. താഴോട്ട് വരുംതോറും ബേസിസിറ്റി കൂടും. തെറ്റാ? ശരിയാണ്. താഴോട്ട് വരുന്നതും ബേസിസിറ്റി കൂടും. കറക്റ്റ് ഓർഡറാണ് ചോദിച്ചത്. കറക്റ്റ് ഓർഡറാണ് തന്നേക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. പക്ഷെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ സംസാരിക്കാം. കാരണം നമ്മൾ ഹൈഡ്രോക്സൈഡ്സിന്റെ ബേസിസിറ്റി ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. താഴോട്ട് വരുന്നതോറും ഹൈഡ്രോക്സൈഡ്സിന്റെ ബേസിസിറ്റി കൂടുമെന്ന് പറഞ്ഞു, ശരിയല്ലേ? അപ്പം ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കായിരിക്കും ഏറ്റവും പെട്ടെന്ന് OH മൈനസിനെ കളയാൻ പറ്റുന്നത്. കാരണം താഴെ കിടക്കുന്ന ആളാണ് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആൾ. അയാളായിരിക്കും പെട്ടെന്ന് തന്നെ OH മൈനസിനെ കളയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് സി ഒന്ന് നോക്കാം. സി എന്തുകൊണ്ടാണ് തെറ്റായത്? ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഓക്കെ, ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഇതെന്താ അർത്ഥം? ഇവിടെ ബേസിസിറ്റി കൂടുതലാണെന്നോ? തെറ്റല്ലേ ഇത്? അങ്ങോട്ട് പോകുമ്പോഴല്ലേ ബേസിസിറ്റി കൂടുന്നത്. അതിലേ നമ്മൾ പറഞ്ഞതും അല്ലെ, അങ്ങോട്ട് പോകുമ്പോൾ ബേസിസിറ്റി കൂടുന്നു എന്ന്. സോ ഇങ്ങോട്ടല്ലേ ബേസിസിറ്റി കൂടേണ്ടത്, ശരിയല്ലേ? അപ്പം ഇങ്ങോട്ട് അസിഡിറ്റി അല്ലേ കൂടേണ്ടത്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം. സോറി ഇങ്ങനല്ലായിരിക്കണം. സോറി, മൈ മിസ്റ്റേക്ക്. തിരിഞ്ഞു പോയി. ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. മറ്റേത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അസിഡിറ്റി കൂടുതലാണ്. സോറി, ഇങ്ങോട്ട് വരുമ്പോഴാണ് എന്ത് കൂടേണ്ടത്? താഴോട്ട് വരുമ്പോഴാണ് ബേസിസിറ്റി കൂടേണ്ടത്. മുകളിലോട്ട് വരുമ്പോൾ അസിഡിറ്റിയാണ് കൂടുന്നത്. തിരിഞ്ഞുപോയി. ഞാൻ ഗ്രൂപ്പിന്റെ കേസാണ് ഉദ്ദേശിച്ചത്. ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയത്തിൽ താഴോട്ട് വരുന്നതോറും അസിഡിറ്റി കൂടുക ചെയ്യുന്ന, അല്ലെങ്കിൽ ബേസിസിറ്റി കുറയുക ചെയ്യുന്ന, ബേസിസിറ്റി കൂടുക ചെയ്യുന്ന. മുകളിലോട്ട് പോകുമ്പോഴാണ് ബേസിസിറ്റി കുറയുന്നത്. അപ്പം ഇയാൾക്ക് ഏറ്റവും ബേസിസിറ്റി കുറവാണ്, പക്ഷെ ഓപ്ഷനകത്ത് ഏറ്റവും ബേസിസിറ്റി കൂടുതലാണ് തന്നേക്കുന്നത്.
താഴോട്ട് വരുന്തോറും ബേസിസിറ്റി കൂടും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാ, മുകളിലോട്ട് വരുമ്പോൾ അസിഡിറ്റിയാണ് കൂടുന്നത്. ഓക്കെ, മൈ മിസ്റ്റേക്ക്. ഓക്കെ, ക്ലിയർ ആക്കുക, അത് ക്ലിയർ ആക്കുക. ഓക്കെ, സോ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. സി എന്തായാലും വരത്തില്ല. സി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണേ. കൺഫ്യൂഷൻ ആയോ നിങ്ങൾക്ക്? സി ഞാൻ പറഞ്ഞതിൽ കൺഫ്യൂഷൻ വന്നതാണ്, ഞാൻ എടുത്തതിൽ കൺഫ്യൂഷൻ വന്നതാണ്. നമുക്ക് ഈ ഓക്സൈഡുകൾ തന്നേക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്. ഓക്സിജനെ മാറ്റിയെടുത്ത് ബാക്കിയുള്ളതിനെ നോക്കാം. മുകളിൽ നിന്ന് താഴോട്ടാണ്. മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും അസിഡിറ്റി എന്ത് ചെയ്യുക, കുറയുക. അസിഡിറ്റി മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും ബേസിസിറ്റി കൂടുക ചെയ്യുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്. മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും ബേസിസിറ്റി കൂടുന്നു. ഓക്കെ, ബേസിസിറ്റി കൂടിയാൽ താഴെ കിടക്കുന്ന ആളാണ്. മുകളിലോട്ട് പോകുന്നതോറും അസിഡിറ്റി കൂടുന്നു. ഓൾറെഡി പറഞ്ഞു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ഒരു കേസ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതാണെങ്കിൽ, മറ്റേതാണെങ്കിൽ അസിഡിറ്റി അങ്ങോട്ട് കൂടും, ബേസിസിറ്റി ഇങ്ങോട്ട് കൂടും. പീരീഡ് ആണെങ്കിൽ, ഞാൻ പീരീഡ് ഉദ്ദേശിച്ചിട്ടാണ്, ആക്ച്വലി ഗ്രൂപ്പാണ്, പക്ഷേ എഴുതിയത് പീരീഡ് ആയി പോയെന്നേ ഉള്ളൂ. പീരീഡിൽ അങ്ങോട്ട് പോകുമ്പോൾ അസിഡിക്ക് കൂടും, ഇങ്ങോട്ട് വരുമ്പോൾ ബേസിസിറ്റി. കാരണം ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്നത് അസിഡിക് ആവുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ബേസിക് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്താണ് ഇപ്പുറത്ത് ഞാൻ പറഞ്ഞായിരുന്നു, കട്ട് ചെയ്ത് കളഞ്ഞു അത്. ഓക്കെ, അത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഓക്കെ, താണ്ട താഴോട്ട് വരുന്തോറും നമുക്ക് നോർമലി താഴോട്ട് വരുന്നത് ഇതുണ്ട്. താഴോട്ട് വരുന്തോറും നമുക്ക് ഏതാ ബേസിക് ക്യാരക്ടറാണ് കൂടുന്നത്. അസിഡിക്ക് ആകുമ്പോഴത്തേക്ക് ബേസിക് അങ്ങനെ ആവുക. അപ്പോൾ താഴോട്ട് വരുന്നത് എപ്പോഴും ആലോചിക്കുക, താഴോട്ട് വരുന്തോറും ബേസിക് ക്യാരക്ടർ കൂടും, മുകളിലോട്ട് പോകുന്തോറും അസിഡിക് ക്യാരക്ടർ കൂടും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും അസിഡിക് ക്യാരക്ടർ കൂടും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ബേസിക് ക്യാരക്ടർ കൂടും. ഇതാണ് ഓക്സൈഡുകളുടെ കേസ് കേട്ടോ. തിരിഞ്ഞു പോകല്ലേ, ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്, ചെറിയൊരു മിസ്റ്റേക്ക്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത് ഞാൻ. ഓക്കെ, സോ ഇപ്പം വന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് മനസ്സിലായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം തിരിച്ചാണ് വരേണ്ടത്. കാരണം ഇതൊരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറാണ് ബേസിസിറ്റി കൂടേണ്ടത്, മുകളിലോട്ട് പോകുന്നതോറും അസിഡിറ്റിയാണ് കൂടുന്നത്. അസിഡിറ്റിയുടെ ഓർഡർ ആയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ദെൻ അസറ്റോനൈട്രൈൽ. അസറ്റോനൈട്രൈൽ എന്തുവാ? അസറ്റോനൈട്രൈൽ CH3Cl അല്ലേ. പിന്നെ പിരിഡീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നൈട്രജൻ, പിരിഡീൻ. ഓക്കെ, പിന്നെ പിപ്പിരിഡീൻ ഇങ്ങനെ നൈട്രജൻ. ഓക്കെ, ബേസിസിറ്റി ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ C ട്രിപ്പിൾ ബോണ്ട് N ആണ്. C ട്രിപ്പിൾ ബോണ്ട് N ഇതിനാണ് ഏറ്റവും കൂടുതൽ എന്നാണ് പറഞ്ഞേക്കുന്നത് ബേസിസിറ്റി. നമുക്ക് നോക്കാം കൂടുതലാണോ. ഇവിടെ നൈട്രജൻ വന്നിരിക്കുന്നത് sp കാർബണില്ല, sp അല്ലെ, sp കാർബണില്ല, sp കാർബണാണ്. ട്രിപ്പിൾ ബോണ്ടാണ് നൈട്രജന്. പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും വരുന്നില്ല അല്ലേ, പിന്നെ പ്ലസ് എഫക്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്, പക്ഷെ നൈട്രജന് കിട്ടത്തില്ല ട്രിപ്പിൾ ബോണ്ട് ആയത്. ഇവിടെ നോക്കി ലോൺ പെയർ ഉണ്ട്. വേണമെങ്കിൽ ഇതിന് റെസൊണൻസ് നടത്താം. ഇങ്ങനെ റെസൊണൻസ് നടത്തുമ്പോഴത്തേക്ക് അതിൻ്റെ നെഗറ്റീവ് ചാർജ് കൂടത്തേ ഉള്ളൂ. കാരണം ഓൾറെഡി അത് ആരോമാറ്റിക് ആണ്. അതുകൊണ്ട് ഈ ലോൺ പെയറിനെ കൊണ്ടുപോകത്തൊന്നുമില്ല. ലോൺ പെയർ അവിടെ തന്നെ കാണും. പിന്നെ വേണമെങ്കിൽ റെസൊണൻസ് വഴി അത് കൂട്ടാം. ഓക്കെ, ഇവിടെ നോക്കി ലോൺ പെയർ sp3 കാർബണാണ്. sp3 നൈട്രജൻ അല്ലേ, അത് ചുറ്റും സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് വന്നാൽ എന്താ പ്രശ്നം, ഇലക്ട്രോണെ കൊടുക്കാൻ പറ്റും. ട്രിപ്പിൾ ബോണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ sp ക്യാരക്ടറാണ്. sp എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ട്രിപ്പിൾ ബോണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് s ക്യാരക്ടർ കൂടുതലായതുകൊണ്ട് നമ്മുടെ ന്യൂക്ലിയസിനോട് ചേർന്ന് നിൽക്കുക. അതുകൊണ്ട് ഇലക്ട്രോൺ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യും. ഇലക്ട്രോൺ ഐഡന്റിറ്റി കൂടുതലാണ്. അപ്പോൾ എപ്പോഴും sp3 ക്യാരക്ടർ വരുന്നതാണ് നല്ലത്. sp3 ക്യാരക്ടർ വരുന്ന പിപ്പിരിഡീനാണ്. ഇത് sp2 ആണ്, ഇത് sp ആണ്. ഇത് sp2 ആണ്, ഡബിൾ ബോണ്ട് ഉണ്ട് ഒരു സൈഡിൽ. sp2 ഇത് sp ആണ്. അപ്പോൾ s ക്യാരക്ടർ കൂടുന്തോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടും. ഇലക്ട്രോണെ കൊടുക്കാനുള്ള ടെൻഡൻസി കുറയുക ചെയ്യുന്നത്. നമുക്ക് ഇലക്ട്രോണെ കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുക വേണ്ട ബേസിസിറ്റിയിൽ. അപ്പോൾ ആക്ച്വലി ഈ ഓർഡർ അല്ല വരേണ്ടത്, തിരിച്ചാണ് ഓർഡർ വരേണ്ടത്. അത് ഇങ്ങനെയാണ് ഓർഡർ വരേണ്ടത്. ഇങ്ങനെ വന്നാലേ കറക്റ്റ് ആവും. കാരണം പിപ്പിരിഡീൻ sp3 നൈട്രജൻ ആണ്, sp3യിലാണ്. ഇവിടെ sp2 ഇത് sp ആണ്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്. കുറച്ചും കൂടെ എസ് ക്യാരക്ടർ കമ്പയർ ചെയ്യുമ്പോൾ sp3 ആണ് എസ് ക്യാരക്ടർ കുറഞ്ഞ ആള്. sp3 ആണ് എസ് ക്യാരക്ടർ കുറഞ്ഞ ആള്. sp ആണ് എസ് ക്യാരക്ടർ കൂടിയ ആള്. 50% എസ് ക്യാരക്ടർ sp-യിൽ, മറ്റേത് 33, മറ്റേത് 25. കമ്പയർ ചെയ്യുമ്പോൾ മൂന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണെ കൊടുക്കാനുള്ള ചാൻസ് കൂടുതൽ sp3 ആണ്. ഓക്കെ, അപ്പൊ തിരിച്ചാണ് ഓർഡർ വരേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെയും തിരിച്ചാണ്. അപ്പൊ ഈ ഓർഡറും കൂടെ അങ്ങ് പഠിച്ച് വെച്ചോണേ. ഓക്കെ, ഇനി ഈ കേസ് നോക്കാം. പൈറോൾ, പിരിഡീൻ, പിപ്പിരിഡീൻ, മോർഫിൻ മൂന്നും നോക്കാം. പൈറോൾ, ഇതാണ് പൈറോൾ. 6 എണ്ണമായി.
5 ഉള്ളൂ കേട്ടോ. നൈട്രജൻ, ഇതാണ് പൈറോ. ഓക്കെ, ഇനി പിരിഡിൻ ഞാൻ നേരത്തെ വരച്ചല്ലോ, ഇതാണ് പിരിഡിൻ. പിരിഡിൻ. പിന്നെ പിപ്പിരിഡിൻ, ഇതാണ് പിപ്പിരിഡിൻ. പിപ്പിരിഡിൻ. പിന്നെ മോർഫിനോൾ. മോർഫിനോൾ ഇതാണ്. ഇവിടെ ഓയും ഇവിടെ എന്നും. ഏറ്റവും കൂടുതൽ മോർഫോളിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ലോൺ പെയർ ഉണ്ട്, ലോൺ പെയർ ഉണ്ട്, ലോൺ പെയർ ഉണ്ട്, ഇവിടെയും ലോൺ പെയർ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഹൈഡ്രജൻ ഉണ്ടേ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇവിടെ കണ്ടോ, ഈ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഈ ഒരു കോമ്പൗണ്ടിൽ നമുക്ക് റെസൊണൻസ്, അതായത് ഈ നൈട്രജനെക്കാട്ടി ഇലക്ട്രോണിന്റെ കൂടുതലാണ് ഓക്സിജൻ. അപ്പം നൈട്രജൻ ഇലക്ട്രോണിനെ ആര് പിടിച്ചെടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഓക്സിജൻ പിടിച്ചെടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന കേസിൽ അവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയത്തേ ഉള്ളൂ. പക്ഷെ മറ്റേടുത്ത് ഇതിന്റെ കേസിൽ കറക്റ്റ് sp3, ഇത് sp2, ഇതും sp3 ആണ്. പക്ഷെ ഇവിടെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ആരോമാറ്റിക് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും മോർഫിനോളിന് ഏറ്റവും കുറവാണ്, പക്ഷെ മോർഫിനോളിന് ഏറ്റവും കൂടുതലാണ് നമ്മൾ എഴുതിയേക്കുന്നത്. കാരണം ആ നൈട്രജന്റെ ഇലക്ട്രോണെ ഓക്സിജൻ കൊണ്ടുപോകും. ഇലക്ട്രോണേറ്റ് കൂടുതൽ ഓക്സിജൻ, അപ്പോൾ ഓക്സിജൻ പിടിച്ചെടുക്കും. അപ്പം നൈട്രജൻ ബേസിന്റെ കേസിൽ ചോദിച്ചിരിക്കുന്നത്, അപ്പം പറ്റത്തില്ല. സോ ആൻസർ തെറ്റാണ്, ഇതും തെറ്റാണ്. മോർഫിനോളിന് കുറവാണ് വരുന്നത്. സോ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ഓക്കെ, എല്ലാ ഓർഡറും കൊടുത്തിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. അറിയാവുന്ന ഓർഡറുമായിട്ട് കമ്പയർ ചെയ്യാം, അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കോളും. നെക്സ്റ്റ്, the pH of 0.101 molar acid is 3. What will be the pKa value? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമുക്ക് pH എത്ര ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കോൺസെൻട്രേഷൻ, മോളാർ വരുന്ന കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ 0.101 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, pH തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ pKa വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ടത് pKa വാല്യൂ. pKa വാല്യൂ അപ്പം നമുക്കറിയാം, pHന്റെ കയ്യിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ H+ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം അല്ലേ. സോ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് അല്ലെ 10⁻⁻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 ⁻
എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ എൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. എച്ച് പ്ലസ് ഇസ് ഈക്വൽ ടു റൂട്ട് സി കെ, ശരിയല്ലേ? റൂട്ട് സി കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കെ കണ്ടുപിടിക്കുന്നത്. കെ എച്ച് പ്ലസിന്റെ സ്ക്വയർ എടുക്കുന്നേ. എച്ച് പ്ലസിന്റെ സ്ക്വയർ ഈക്വൽ ടു സി കെ, ശരിയല്ലേ? സോ കെ എന്ന് പറയുന്നത് എച്ച് പ്ലസിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി, ശരിയല്ലേ? കാരണം റൂട്ട് മാറ്റാണ് ഞാൻ സ്ക്വയർ എടുത്തത്. ഓക്കെ, എച്ച് പ്ലസിന്റെ സ്ക്വയർ ബൈ സി. എച്ച് പ്ലസിന്റെ സ്ക്വയർ എത്ര? 10⁻³ സ്ക്വയർ, 10⁻6. ഓക്കെ, a raised to m the whole raised to n, a raised to m the whole raised to n, a raised to m n, a raised to m into a raised to n, a raised to m plus n, ശരിയല്ലേ? ഓക്കെ, അപ്പം 6 3 × 2 6 വരും, ഡിവൈഡഡ് ബൈ സി. സി എത്ര? 0.1 എടുക്കാം അല്ലേ? 0.1 ആയിട്ട് ഞാൻ ഇത് ചെയ്യുന്നു. സോ 10⁻6 ഡിവൈഡ് ബൈ 10⁻1. 10⁻1 മുകളിൽ പോകുമ്പോൾ 10⁻6 ഇൻറ്റു 10⁻1, അതായത് 10⁻5. അപ്പൊ കെയുടെ വാല്യൂ കിട്ടി 10⁻5. കെ അല്ല വേണ്ടത്, പി കെ ആണ്. ഓക്കെ, പി കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പി കെ മൈനസ് ലോഗ് കെ, അതായത് മൈനസ് ലോഗ് കെയുടെ വാല്യൂ എത്ര? 10⁻5. ഓക്കെ, അപ്പൊ മൈനസ് പുറത്തെടുക്കാം. -5 ലോഗ് 10, മൈനസ് പ്ലസ് ആവും 5. ആൻസർ ഓപ്ഷൻ സി ആണ്, 5. ചെയ്തേക്കുന്ന ഞാൻ കണ്ടോ? അതായത് എച്ച് പ്ലസിന്റെ എനിക്ക് പി എച്ച് അവർ തന്നിട്ടുണ്ട്, പിന്നെ കോൺസെൻട്രേഷൻ അവർ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ കോൺസെൻട്രേഷൻ എഴുതി, പി എച്ച് എഴുതി. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് കെ ആണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ സി കെ ആണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു? എച്ച് പ്ലസിന്റെ സ്ക്വയർ എടുത്തു. അപ്പം എനിക്ക് റൂട്ട് അങ്ങ് പോകും, കാരണം റൂട്ട് കിടന്ന പ്രശ്നമാണ്. അപ്പോൾ എച്ച് പ്ലസിന്റെ സ്ക്വയർ എടുത്തു. എച്ച് പ്ലസിന്റെ സ്ക്വയർ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് സി കെ എന്ന് കിട്ടി. അപ്പോൾ എച്ച് പ്ലസിന്റെ സ്ക്വയർ സി കെ ആണ്. റൂട്ട് മാറ്റാൻ എളുപ്പം ഇപ്പുറത്താളുടെയും സ്ക്വയർ എടുക്കുന്നതാണ്. അപ്പം പിന്നെ എച്ച് പ്ലസ് സ്ക്വയർ എടുത്താലും പ്രശ്നമില്ല. 10⁻³ സ്ക്വയർ 10⁻6 എന്ന് കിട്ടും. എളുപ്പം അത് ചെയ്യാനായിട്ട്. പിന്നെ എച്ച് പ്ലസിന്റെ സ്ക്വയർ ബൈ സി. എച്ച് പ്ലസിന്റെ സ്ക്വയർ 10⁻6 ഡിവൈഡ് ബൈ 0.1. ഇത് സ്ക്വയർ എടുക്കാന്ന് വെച്ച് കഴിയുമ്പോൾ 10⁻³ സ്ക്വയർ 10⁻9 ആണെന്ന് വിചാരിക്കരുത്. a raised to m the whole raised to n, a raised to m into n, അതായത് 3 × 2 അങ്ങനെ എടുക്കുക. a raised to m into a raised to n, a raised to m plus n മനസ്സിലാക്കി ചെയ്യാം. 10⁻6 ഡിവൈഡ് ബൈ 0.101 ആണ്. ഞാൻ 0.1 ആക്കി എടുത്തു. 10⁻1
10⁻1 മുകളിൽ പോകുമ്പോൾ 10⁻1, അപ്പം 10⁻5 കിട്ടും. അത് കെ ആണ്, എനിക്ക് പി കെ ആണ് വേണ്ടത്. പി കെ മൈനസ് ലോഗ് കെ ആണ്, മൈനസ് ലോഗ് 10⁻5, ആൻസർ 5 വരും. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Ka of formic acid is 1.80 into 10⁻⁴. Kb for conjugate base of this acid is. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. Ka അവിടെ തന്നിട്ടുണ്ട്, എത്രയാ? 1.80 into 10⁻⁴. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് തന്നിട്ടില്ല കേട്ടോ, സോറി, ഞാനത് നിങ്ങൾക്ക് തന്നിട്ടില്ല. ആ ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിച്ചോളാം. ഓക്കെ, Ka അവിടെ തന്നിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് അയോണിക് ഇക്വിലിബ്രിയം പഠിപ്പിച്ചപ്പോഴത്തേക്ക് ഞാൻ ആ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടില്ല, ഞാൻ വിട്ടുപോയതാണ്. എന്തായാലും കാര്യമായി ക്വസ്റ്റ്യൻ ഞാൻ എടുത്തത്, അതുകൊണ്ട് എനിക്ക് ഇക്വേഷൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. ഇക്വേഷൻ ഇങ്ങനെയാണ്. K into KB is equal to KW ആണ് ഇക്വേഷൻ. കെയും കെ ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ KW കിട്ടും. നമ്മൾ H പ്ലസ് ഇൻറ്റു OH മൈനസ് എന്ന് പറയുന്നത് KW ആണെന്ന് പറഞ്ഞില്ല. അത് നമുക്ക് K ഇൻറ്റു KB ചെയ്താലും നമുക്ക് KW തന്നെ കിട്ടുന്നത്. K ഇൻറ്റു KB is also KW കേട്ടോ. ഓക്കെ, അപ്പം കെ എൻ്റെ കയ്യിലുണ്ട്, കെ ബി എൻ്റെ കയ്യിലില്ല. നമ്മൾ H പ്ലസ് പി എച്ച് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ POH കണ്ടുപിടിക്കണം. അപ്പോൾ PH പ്ലസ് POH = 14. അത് കണക്ക് തന്നെ കെയും കെ ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് KW ആണ്. അപ്പം കെ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് കെ ബി കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഞാൻ എഴുതുന്നു KA ഇൻറ്റു KB എന്ന് പറയുന്നത് KW. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെ ബി എങ്ങനെ കണ്ടുപിടിക്കുന്ന? KW/K. KW എത്ര? KW 10⁻14 അല്ലേ? 10⁻14 ഹോൾ ഡിവൈഡഡ് ബൈ അല്ലേ? K എത്ര? 1.80 ഇൻറ്റു 10⁻⁴. 1.80 ഇൻറ്റു 10⁻⁴. ശരിയല്ലേ? K ഇൻറ്റു KB = KW. ഇവിടെ KB കണ്ടുപിടിക്കാനായിട്ട് KW/K. ഓക്കെ, സോ -14 മുകളിൽ പോകുമ്പോഴത്തേക്ക് 4 വരും. അപ്പോൾ 10⁻10 വരും. 10⁻10 10⁻10 ഇൻറ്റു 1/1.80. 1/10 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണേ, ഒരു 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 10/18. 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് 10⁻10 അല്ലേ? ഓക്കെ, 10 കൊണ്ട് ഞാൻ ഇൻറ്റു ചെയ്തല്ലോ. ഓക്കെ, അവിടെ കിടക്കട്ടെ. 0.100 എടുക്കാം. 18,5 90 10 പിന്നെ ഒരു 5 കൊടുക്കാം. അതായത് 0.55 ഇൻറ്റു 10⁻10. ഓക്കെ, ഞാൻ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 5.5 വരും. ഇൻറ്റു 10⁻10 അവിടെ ഉണ്ട്. ഇത് മുകളിൽ പോകുമ്പോൾ 10⁻1 ആവും. അതായത് 5.5 ഇൻറ്റു 10⁻11. 5.5 ഇൻറ്റു 10⁻11. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതായത് ഒന്നുമില്ല, ഞാനിവിടെ 10⁻14 ഇങ്ങനെ ചെയ്ത 10⁻14 ഡിവൈഡഡ് ബൈ 1.8 ഇൻറ്റു 10⁻4. 10⁻4 മുകളിൽ പോകുമ്പോൾ 10⁻4 ആവും. 10⁻4 -14 10⁻10 വരും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 10⁻10 അവിടെ കിടപ്പുണ്ട്. പിന്നെ 1/1.8. 1/1.8 എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാനിവിടെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു, 10 കൊണ്ട് ഡിവൈഡും ചെയ്തു. അപ്പം 1 × 10 10 വന്നു. 10 / 1.8 × 10 18 വന്നു. അത് ചെയ്തപ്പോൾ എനിക്ക് 0.55 കിട്ടി. അപ്പം ഞാൻ എഴുതി 0.55 ഇൻറ്റു 10⁻10. ഇനി ഇവിടെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു, 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് 5.5 ആവും. ഓക്കെ, 10 ഡിവൈഡ് ചെയ്യുമ്പോൾ 10 മുകളിൽ പോകുമ്പോൾ 10⁻1 ആവും. -10 -1 -11. ആൻസർ ഓപ്ഷൻ എ ആണ്. സിമ്പിൾ സാധനം അല്ലേ? ഓക്കെ, നോക്കിയിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The pH of 0.048 molar solution of hypochlorous acid is 4.42. The Ka of acid is concentration. pH നമുക്ക് തന്നിട്ടുണ്ട്. pH എന്ന് പറയുന്നത് 4.42. pH നമുക്ക് തന്നിട്ടുണ്ട് 4.42. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കോൺസെൻട്രേഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലേ? സിയുടെ വാല്യൂ 0.048 മോളാർ കോൺസെൻട്രേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്ത് ചോദിച്ചേക്കുന്നത്? കെ ആണ് ചോദിച്ചേക്കുന്നത്. കെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. കാരണം pH നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ H+ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? H+ കോൺസെൻട്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 10⁻⁻ pH. pH എത്ര? 4.42.
ഓക്കെ, 4.42 ഇച്ചിരി പ്രശ്നമാണല്ലോ. നോക്കാം, എന്തായാലും നോക്കാം നമുക്ക്. അപ്പൊ എന്ത് ഇക്വേഷൻ നമ്മുടെ എച്ച് പ്ലസ് എന്ന് പറയുന്നത് റൂട്ട് സി കെ എ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ സ്ക്വയർ എടുക്കാം. അപ്പം എച്ച് പ്ലസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സി കെ അല്ലെ? അപ്പം കെ എന്ന് പറയുന്നത് എച്ച് പ്ലസിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി. എച്ച് പ്ലസിന്റെ സ്ക്വയർ ബൈ സി. എച്ച് പ്ലസിന്റെ 10 റൈസ് ടു മൈനസ് 4.42 സ്ക്വയർ ഡിവൈഡഡ് ബൈ സി എത്ര? 0.048. ഓക്കെ, അപ്പം 10 റൈസ് ടു മൈനസ് 4.42 എനിക്ക് വേണമെങ്കിൽ ഏകദേശം ഒരേ നമ്പർ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 10 റൈസ് ടു 4.5 ആക്കട്ടെ. 10 റൈസ് ടു മൈനസ് 4.5 സ്ക്വയർ എന്ത് കിട്ടും? 10 റൈസ് ടു മൈനസ് 9 വരും അല്ലേ? 4.5ന്റെ ഇരട്ടി, 4.5 into 2, 4.5 into 2, അപ്പം 9 വരും. ഓക്കെ, 10 റൈസ് ടു മൈനസ് 9 ഡിവൈഡഡ് ബൈ 0.048 ഞാൻ 0.05 എന്നാക്കട്ടെ. 0.05. ഓക്കെ, 0.05. ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഞാനിതിനെ ഒരു 10 കൊണ്ട് 100 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നേ. ഇതിനെ ഒരു 100 കൊണ്ട് ഇൻഡ്യൂ ചെയ്യും. ഓക്കെ, അപ്പം മുകളിൽ എന്ത് വരും? 10 റൈസ് ടു മൈനസ് 9 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 5 അല്ലേ? 5 എന്ന് വരത്തില്ലേ? 5 എന്ന് വരുമല്ലോ. ഓക്കെ, അപ്പം 0.051 അല്ലേ? 480 ആണല്ലേ? ഓക്കെ, 0.048നെ 0.1 എന്ന് എടുക്കാനാണെങ്കിൽ അല്ലേ? 0.1 എടുത്തിട്ടും കാര്യമില്ല. ഓക്കെ, 5 എന്ന് എടുക്കാനേ പറ്റും, അല്ലെങ്കിൽ 0.04 എന്ന് എടുക്കാനേ പറ്റത്തുള്ളൂ. 5 എന്ന് എടുക്കാം. ഓക്കെ, അപ്പം മുകളിൽ ഞാൻ 10 റൈസ് ടു മൈനസ് 8 ആക്കുകയാണേ. 8 into 10 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അപ്പം 10 ഡിവൈഡഡ് ബൈ 5. അപ്പം 2 into 10 റൈസ് ടു മൈനസ് 8 എന്ന് വരും. 2 into 10 റൈസ് ടു മൈനസ് 8. 2 into 10 റൈസ് ടു മൈനസ് 8. അങ്ങനെ വരുന്നൊരു ഓപ്ഷൻ പിന്നെ എ ഉള്ളൂ, 3. കാരണം നമ്മൾ 0.048 ഏകദേശം എന്താ റൗണ്ട് ഓഫ് ചെയ്തല്ലോ. അപ്പം എന്തായാലും 2നെക്കാട്ടി കൂടി എല്ലാം 3 ആണ് വന്നേക്കുന്നത്. പിന്നെ 10ന്റെ പവർ നമുക്ക് -8 വന്നേക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 3 into 10 റൈസ് ടു മൈനസ് 8. വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ കയ്യിൽ, എല്ലാം 3 ആണ്. നോക്കിയാൽ നിങ്ങൾ. പിന്നെ 10ന്റെ പവേഴ്സ് മാത്രം അവർ മാറ്റി കൊടുത്തേക്കുന്നത്. മൈനസ് ആണ് നമുക്ക് 10ന്റെ പവർ വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ നമുക്ക്, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് അസിഡിക് ഹൈഡ്രജൻ ഇൻ ദി ഫോളോയിങ് മോളിക്യൂൾസ്. ഈ മോളിക്യൂളിൽ ഏറ്റവും അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രജൻ ഏതാണ്? നോക്കിയാലോ, നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് C1H. ഐ തിങ്ക് ദിസ് ഇസ് 1 C1H. അപ്പോൾ ഈ 2 ഹൈഡ്രജനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്, C1H. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് C2H. C2H എന്ന് പറയുമ്പോൾ C2 താ കിടക്കുന്നു, C2 അല്ലേ? ഈ ഹൈഡ്രജനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്, C2. ഇത് C1. 2 C1 ഉണ്ട്. അടുത്തത് പറഞ്ഞേക്കുന്നത് C3H. അണ്ട C3 ഇതാണ്. അപ്പോൾ ഇതാണ് C3H. നെക്സ്റ്റ് C4H. C4 ഇതാണ് C4. ഓക്കെ, C4 നോക്കിയാലോ. ആദ്യം ഞാൻ ഈ 4 നിന്ന് കളഞ്ഞ് നോക്കാമേ. ഇവിടുന്ന് കളയുമ്പോൾ ഇവിടെ ഒരു മൈനസ് ചാർജ് വരും. പക്ഷെ മൈനസ് ചാർജ് വന്നിട്ട് ഒരു പ്രയോജനമില്ല. കാർബണിലാണ് മൈനസ് ചാർജ് വരുന്നത്. ബെൻസീറിങ് അങ്ങനെ തന്നെയുണ്ട്. ബെൻസീറിങ്ങിന്റെ ആരോമാറ്റിസിറ്റി ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല, ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് H+ കളയാതിരിക്കാനേ നോക്കത്തുള്ളൂ. കാരണം കളഞ്ഞിട്ടും അതിന് ഒരു ലാഭവും ഇല്ല, നോർമലി നടക്കത്തില്ല. 3യുടെ കേസ് അങ്ങനെ, ഇവിടെ മൈനസ് ചാർജ് വരും, ഒരു ലാഭവും ഇല്ല. 2ന്റെ കേസ് അത് തന്നെ, മൈനസ് ചാർജ് വരും, ഒരു ലാഭവും ഇല്ല. കാരണം ബെൻസീറിങ്ങിനകത്ത് മൈനസ് ചാർജ് വന്നാൽ ഒരു കാര്യമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 1ൽ അങ്ങനെയല്ല. അതായത് ഇവിടെ ഈ ഹൈഡ്രജൻ പോയി ഇവിടെ നെഗറ്റീവ് ചാർജ് വരുമെന്ന് വിചാരിച്ചോ. 2 കേസുണ്ട്. ഒന്ന്, ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരാം, അതുവഴി ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു റെസൊണൻസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. 2, ഈ മൈനസ് ചാർജ് ഇങ്ങോട്ട് വന്നാൽ ഇത് C ട്രിപ്പിൾ ബോണ്ട് അല്ല. അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ട്രിപ്പിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പം ആ ഒരു 2 സൈഡിലോട്ടും അതിന്റെ റെസൊണൻസ് ഉണ്ട്. ബെൻസീറിങ്ങിലോട്ടും ഉണ്ട്, സയനൈഡ് ഗ്രൂപ്പിലോട്ടും ഉണ്ട്. അപ്പൊ 2 സൈഡിലോട്ട് റെസൊണൻസ് വരുന്ന ആള് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആവും. കാരണം ഇങ്ങോട്ട് മൈനസ് ചാർജിന് പോവാം, അങ്ങോട്ടും പോവാം. അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആകുന്നത് ഇയാളാണ്. ആൻസർ വരുന്നത് C1H. ആൻസർ ഓപ്ഷൻ എ ആണ്, C1H. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകുന്നു. ഓക്കെ, the order of increasing Lewis acidity of the silicon halides are. സിലിക്കൺ ഹാലൈഡ്സിന്റെ
ഓർഡർ ഞാൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതായിട്ടും കൂടുതൽ SIF4, പിന്നെ SICL4, SIBR4, പിന്നെന്താ SII4. സിലിക്കൺ നമ്മൾ ഡയറക്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിറ്റി. ഈ പറയുന്ന ആൾക്കാരെ അസിഡിറ്റിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യും. നോക്കിയാലോ. 1 ബെൻസോയിക് ആസിഡ്, 2 പാരാമീതോക്സി ബെൻസോയിക് ആസിഡ്, 3 പാരാമീഥൈൽ ബെൻസോയിക് ആസിഡ്. 3 പേരെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ആദ്യം ബെൻസോയിക് ആസിഡ്. ഇതാണ് ബെൻസോയിക് ആസിഡ്. ബെൻസീറിങ് COOH ബെൻസോയിക് ആസിഡ്. രണ്ടാമത്തത് പാരാമീതോക്സി ബെൻസോയിക് ആസിഡ്, അതായത് ഇത് ബെൻസോയിക് ആസിഡ്. പാരാ പൊസിഷനിൽ മീതോക്സി. മീതോക്സി എന്ന് പറഞ്ഞാൽ OCH3. ഇതാണ് മീതോക്സി. ഓക്കെ. അടുത്തത് പാരാമീഥൈൽ ബെൻസോയിക് ആസിഡ്. ബെൻസീറിങ് കാർബോക്സിലിക് ആസിഡ്, പാരാ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇതിനെ മൂന്നിനെയും കമ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഏതൊക്കെ ഗ്രൂപ്പ് സെയിം ആണെന്ന്. ഇത് സെയിമാ, ഇത് സെയിമാ, ഇത് സെയിമാ, 3 പേർക്കും അത് സെയിമാ. പിന്നെ ബാക്കിയുള്ള ഗ്രൂപ്പുകളെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഒരാളിരിപ്പുണ്ട്, ഒന്നുമില്ലെങ്കിൽ നമുക്ക് അതിന് ഹൈഡ്രജൻ എന്ന് കൊടുക്കാം, പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഇല്ല. പിന്നെ OCH3 ഗ്രൂപ്പ് എഫക്റ്റ് ഉണ്ട്. OCH3 ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. OR ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. നല്ല രീതിയിൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന റെസൊണൻസ് എഫക്ട് കാണിക്കാൻ പറ്റുന്ന, അതായത് ഇവിടുത്തെ ഇലക്ട്രോൺസിനെ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരാണ്. CH3 ഗ്രൂപ്പ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത്, പക്ഷെ ഇതിന്റെ അത്ര ഇല്ല. നമുക്ക് എന്താ വേണ്ടത്? ഈ H+ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും. ആ നെഗറ്റീവ് ചാർജ് കുറയണം, കൂടാൻ പാടില്ല. അതായത് അവിടെ വരുന്ന ആൾക്കാരൊന്നും ഇലക്ട്രോണിനെ കൊടുക്കാൻ പാടില്ല, ഇലക്ട്രോണിനെ കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കണം. ഇവിടെ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. ഇവിടെ ഇലക്ട്രോണിനെ കൊടുക്കുന്നു, ഇവിടെ ഇലക്ട്രോണിനെ കൊടുക്കുന്നു. കൂട്ടത്തിൽ ഇലക്ട്രോണിനെ കൊടുക്കാത്ത ആള് ഇയാളാണ്. അപ്പൊ ഏറ്റവും അസിഡിക്ക് ഇയാളായിരിക്കും. അപ്പം 1 ഏറ്റവും അസിഡിക്ക് 1. പിന്നെ നെക്സ്റ്റ് 2 പേരും കൊടുക്കുന്ന ആൾക്കാരെ ഇലക്ട്രോണിന്. നമുക്ക് ഈ H+ പോയി കഴിഞ്ഞാൽ മൈനസ് ചാർജ് ആണ്, മൈനസ് ചാർജ് കുറയാണ് വേണ്ടത്. അപ്പം ഈ കൂട്ടത്തില് കൊടുക്കാൻ ചാൻസ് കുറവാണ് ഇയാളാണ്. പിന്നെ ഇവിടെ 2 പേരും കൊടുക്കുന്ന ആൾക്കാരാണ്. കൊടുക്കുമ്പോൾ ആ നെഗറ്റീവ് ചാർജ് കൂടത്തേ ഉള്ളൂ, കുറയാണ് വേണ്ടത്. അപ്പം ഈ 2 പേരിലും കുറച്ച് കൊടുക്കുന്ന ഇയാളാണ്. കാരണം ഇവിടെ O ഉള്ളതുകൊണ്ട്, ലോൺ പേരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ കൊടുക്കും. കുറച്ച് കൊടുക്കുന്ന പിന്നെ ഇയാൾ 3ാമത്തെ ആള്. പിന്നെ വരുന്നത് 3ാമത്തെ ആള്. പിന്നെ വരുന്നത് 2ാമത്തെ ആള്. ഇതാണ് ഓർഡർ. അപ്പം 1 ഏറ്റവും കൂടുതൽ വരുന്ന ഓപ്ഷൻ ഇതുണ്ട്. 1 ഏറ്റവും കൂടുതൽ. പിന്നെ 2 പറഞ്ഞത് 2 പിന്നെ 3. ആൻസർ ഓപ്ഷൻ C ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനകത്ത് വരുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.